ഹായ്. ബിഗ് ബോസ് സീസൺ 6-ലെ 40-ാമത്തെ എപ്പിസോഡ് 45 ഏകദേശം ആയിക്കഴിഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6-ൻ്റെ റിവ്യൂ നമ്മളെല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇടുന്നതെന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. കാരണം കൂടുതൽ കണ്ടൻറ്റൊക്കെ മറ്റ് ഒന്നും ഒരു നല്ല രീതിയിലല്ല കൊണ്ടുപോകുന്നതെന്ന് തോന്നിപ്പോയതുകൊണ്ടാണ് തുടർച്ചയായി കണ്ടൻറ്റ് ബിഗ് ബോസിൻ്റെ ഇപ്പോൾ കൊണ്ടുവരാറ്. ഇതിപ്പോൾ സ്പെഷ്യലായി ഡേറ്റ ബിഗ് ബോസിൻ്റെ 50-ാമത്തെ എപ്പിസോഡ് വരാൻ പോകും. ആ ഒരു നിറവിൽ നമുക്ക് ഒരു സ്പെഷ്യലായി ചെയ്യാൻ തന്നെയാണ് നമ്മളിപ്പോൾ ഈ റിവ്യൂ പ്രേക്ഷകരിലേക്ക്, നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് കുറച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഒക്കെ നിങ്ങൾ പ്രസ് ചെയ്ത് നമ്മളുടെ ടോപ്പ് 10 ചാനലിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് ഓരോ ഇൻഫ്ലുവൻസറിൻ്റെയും ഓരോ യൂട്യൂബിൻ്റെയും വളർച്ച. നമ്മുടെയൊക്കെ കോണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ലാലേട്ടൻ എപ്പിസോഡ് വരാൻ പോകും. ശനി ഞായറാണ് മോഹൻലാൽ എൻട്രി ആവുക. അതാണിപ്പോൾ വോട്ടുകൾ മുഴുവനും ജിൻഡോ, അഭിഷേക്, റസ്മിൻ ബായ്, ജാസ്മിൻ, അൻസിബ, അങ്ങനെ പല പേരിൽ പല ആൾക്കാർ ഈ വോട്ട് നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പറയുന്നു 40 ദിവസവും കഴിഞ്ഞ് പല വൈൽഡ് കാർഡ് എൻട്രി അകത്ത് വന്നിരിക്കും. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് ശൂന്യമായ ഒരു അന്തരീക്ഷമായി പോയി. അവർക്കൊക്കെ എന്താ പറ്റിയത്? ബിഗ് ബോസ് സീസൺ 6 എന്ന ഈ റിയാലിറ്റി ഷോയിൽ വന്ന് ഇത്ര പെട്ടെന്ന് ഇവർക്ക് ഈ തൊടുന്നതിനും പിടിക്കുന്നതിനും ഭയവും ബിഗ് ബോസിന് വലിയൊരു പേടിയുമാണെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഡ്രാമ കളിക്കുകയുണ്ടായി. സിബിനൊക്കെ വന്നപാട് എത്ര പവർഫുള്ളായിരിക്കും. എന്നിട്ടെന്തേ കുറച്ച് ദിവസമാണ് നമുക്ക് സിബിൻ്റെ ആ പവറൊക്കെ നഷ്ടപ്പെട്ടു. പൂജ എന്ന് പറയുന്ന കൃഷ്ണ നല്ലൊരു ആംഗിൾ, നല്ലൊരു പവർ ആയി സംസാരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആങ്കറും കൂടിയായപ്പോൾ ബിഗ് ബോസ് എന്ന ഇത്രയും വലിയ റിയാലിറ്റി ഷോയിൽ സീസൺ 6-ൽ വന്നിട്ട് ഇത്രയും പെട്ടെന്ന് ക്വിറ്റ് ചെയ്യാനുള്ള കാരണം പ്ലഷർ താങ്ങാൻ പറ്റാതെ മൈൻഡ് അങ്ങ് ബ്ലോക്കായി പോകുന്ന അവസ്ഥ. എന്നും അവിടെ അടിയും ബഹളത്തിന് ഒരു സ്കോപ്പും തീരെ ഇല്ല എന്ന് പറയരുത്. അടിക്ക് അടി തന്നെയാണെന്നാണ് പറയേണ്ടത്. കാരണം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു എന്ത് കാര്യവും ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കണ്ടന്റ്, ചിലപ്പോൾ വാണിംഗ് കൊടുക്കുന്നതൊക്കെ തെറ്റായ രീതിയിലാണ് ബിഗ് ബോസിൻ്റെ ഓരോ കണ്ടന്റും പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ മോശം പ്രതികരണവും. അപ്പോൾ ഈ 40-ാമത്തെ എപ്പിസോഡ് വരെ എത്തുമ്പോഴേക്കും നമ്മുടെ ഗ്രാഫ് താഴോട്ട്. കാരണം ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ജിറ്റുവാണ്. ഇപ്പോൾ ഇതാ തിരിച്ചു വന്നിരിക്കും.
ആര്? സിജോ. സിജോ വന്നതുകൂടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി. സായി പിന്നെയും ബാക്കൗട്ട്, നാലിനും ബാക്കിലാണ് സായിയുടെയൊക്കെ സ്ഥാനം. സായി ഒരു യൂട്യൂബറാണ്, ഒരു ഇൻഫ്ലുവൻസറാണ്. എന്നിട്ടും ഒരു പക്വതയില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ഗെയിമാണ് സായിയുടെയൊക്കെ മുന്നോട്ടുള്ള പോക്കുകളെന്ന് പറയുന്നത്. പക്ഷെ ഒന്നും റിയാലിറ്റിയിൽ വരുമ്പോൾ അത് മാറുക തന്നെ ചെയ്യും. ലാലേട്ടൻ എന്ന് പറയുന്നത് പോലത്തെ നമുക്ക് പുറത്ത് കാണുന്നത് പോലെ അകത്തുള്ള ഗെയിമിൽ പല കളികളും നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബിഗ് ബോസ് എന്ന ഒരു ഷോയിലേക്ക് എൻട്രി ആകുമ്പോൾ ആദ്യം നമ്മൾ 100 ദിവസം തികക്കുമോ എന്നാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഇല്ലെങ്കിൽ ഈ ഒരു ഷോയിൽ വരാതിരിക്കുക. നമ്മുടെ തലയിൽ ഭാരം നമ്മൾ തന്നെ എടുത്തു വെക്കരുത്. നമുക്ക് 100 ദിവസം കപ്പടിക്കുന്നതല്ല, 100 ദിവസം തികക്കാനുള്ള എന്തെങ്കിലും ബിഗ് ബോസിൽ നമുക്കുണ്ടെങ്കിൽ അത് ചെയ്യണം. ടോപ്പ് 5-ലും ടോപ്പ് 10-ലുമെങ്കിലും നിങ്ങൾ എത്തിപ്പെടണം. ഗെയിമിൽ പോയിന്റ് നേടി ഗെയിം ടാസ്ക് ചെയ്യേണ്ട ഒരു ഗെയിമല്ല ബിഗ് ബോസ് സീസൺ 6. അതായത് ബിഗ് ബോസ് സീസൺ 6-ലെ ഗെയിമെന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാത്ത മണ്ടന്മാർ കുറേ പേരുണ്ട്. അത് ജിറ്റോ മാത്രമല്ല, ജിറ്റോ ബെസ്റ്റ് ഗെയിമറാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. ഇപ്പോഴും ശരിയായ രീതിയിൽ ഗെയിമർ ജിറ്റോ തന്നെയാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റർ അവിടെ കാണിക്കുന്ന ഫേക്ക് കോണ്ടന്റ് ക്രിയേറ്റിംഗ് എന്തിന് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്നു? ഒരു സാധാരണക്കാരൻ്റെ ജീവിതം വലിച്ചെറിയപ്പെടുന്ന അവസ്ഥ എത്തിക്കുന്നതെന്തിന്? ഈ ജാസ്മിനും ഗബ്രിയും ഇത്രക്കും സീരിയൽ കഥാപാത്രമായി അവിടെ മെഴുകുകയാണ്. എന്തിനു വേണ്ടിയാണ്? മെഴുകി കണ്ണുനീർ പോയാക്കി ആ ബിഗ് ബോസ് തന്നെ മുങ്ങിപ്പോകുന്നു എന്ന് പോലും തോന്നിപ്പോകും. 100ാമത്തെ എപ്പിസോഡ് പോലും എത്താനായിട്ടും ഇപ്പോഴും ഗെയിമിന് ഒരു എനർജി വന്നിട്ടില്ല. എന്തുകൊണ്ട്? കണ്ടസ്റ്റൻറ്റ് സെലക്റ്റീവ് പ്രോബ്ലം. അതായത് കണ്ടസ്റ്റൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ബിഗ് ബോസ് സെലക്ഷൻ ഒട്ടും നിങ്ങൾ കീപ്പ് ചെയ്തില്ല. വരുന്നവർക്കൊക്കെ തിരിച്ചു പോവാൻ വേണ്ടിയാണ് എടുത്തെടുക്കുക. സായിക പറയുന്നു, അഭിഷേക് പറയുന്നു, പക്ഷെ പോകാൻ വേണ്ടിയല്ല ബിഗ് ബോസിലേക്ക് വരേണ്ടത്. ഇവിടെ പിടിച്ചു നിന്ന് 100 ദിവസം തികക്കാനാണ് നമ്മൾ ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പം വീണ്ടും ഇവർ ഇങ്ങനെ പറയുമ്പോൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ നമ്മളൊരു അവഗണിക്കുന്നത് പോലെയാണ്. ബിഗ് ബോസിനെയും ബിഗ് ബോസിൻ്റെ ടീമിനെയും അവർ ചെയ്ത കാര്യങ്ങളെ മറക്കുന്നു. അവർ പിടിച്ച് അവരല്ലേ നിങ്ങൾ വെറും റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരല്ലേ നിങ്ങളെ സഹിക്കുന്നത്? അപ്പോൾ ആ സഹിക്കുന്ന ബിഗ് ബോസ് എത്ര ഉപകാരം. എന്തിനും ബിഗ് ബോസ് ഓടി വരുന്നില്ല. അങ്ങനെ ഓടി വരുന്നത് നമ്മൾ റിയാലിറ്റിയിൽ കണ്ടിട്ടുണ്ടോ? കാണില്ല. പക്ഷെ ബിഗ് ബോസിൽ കാണുന്നുണ്ട്. എന്ത് ചെറിയ കാര്യം. ആ ഗബ്രി എത്ര തവണ സൈക്കോളജി എന്ന് പറഞ്ഞു. ഇത്രക്കും പവർ ഇല്ലാത്തവന്മാരെ എന്തിനവിടെ പിടിച്ചു നിർത്തുന്നു എന്നാണ്. ഈ ഗബ്രി ശരിക്കും നമ്മളൊരു വേസ്റ്റാണ്. ഇത്രക്കും ചലഞ്ചിങ് കപ്പാസിറ്റി ഇല്ലാത്ത
ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന് താഴെ വെക്കുന്ന ഒരു ബാഡ് ഇമേജുള്ള ഒരു ഗെയിമിൽ ഇറങ്ങി കളിക്കാൻ തീരെ ബോധമില്ലാത്ത ഒരു വേസ്റ്റ്. ജാസ്മിൻ പറയുന്ന പല കാര്യങ്ങളും മണ്ടത്തരമാണെങ്കിലും അതും കൂടി കണക്കിലെടുത്ത് കളിക്കുന്ന ഒരു പക്ക വേസ്റ്റ്. ജാസ്മിനാണെങ്കിൽ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്നുള്ള മട്ടും ഭാവമില്ലാതെ, റിയൽ ലൈഫിൽ ബോധവുമില്ലാതെ ചലച്ചുകൊണ്ടിരിക്കുക. മതി. 4-ാം സ്ഥാനമാണെങ്കിൽ 4, അവിടെ നിന്നാൽ മതി. അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകണം. നോട്ട് വാല്യൂ യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തിന് ഒരു വാല്യൂമില്ലെന്ന് ഓർക്കണം ജാസ്മിൻ ജാഫർ എന്ന യൂട്യൂബർ ഇൻഫ്ലുവൻസർ എത്ര മുകളിലായിരുന്നു. ഞാനൊക്കെ കാണുന്ന സമയത്ത് ജാസ്മിൻ ജാഫർ എന്ന ഒരു യൂട്യൂബർ എത്ര മുകളിലായിരുന്നു. ഇപ്പോൾ ഏറ്റവും താഴെ. അത്രക്കും നിങ്ങൾ വരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത നിങ്ങളുടെ ബ്യൂട്ടി ബ്ലോഗിന് ഇനി ആരെങ്കിലും വില കൊടുക്കും? നിങ്ങൾ ബ്യൂട്ടി ബ്ലോഗർ എന്ന് പറയും. എന്ത് ബ്യൂട്ടി? ഇതാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന വ്ളോഗിങ്ങിന് എന്ത് പ്രശസ്തിയാണ്? അതായത് നല്ല നല്ല കണ്ടന്റ് വേണ്ടി നല്ല നല്ല ഉത്തരവാദിത്ത ബോധമാണ് വേണ്ടത്. ഇവിടെ സക്സസ് ഫെയിലറാണ്. കളിക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ കളിക്കുന്ന രീതിയിലെല്ലാം അവിടെ സ്ട്രാറ്റജി വന്നു ചെയ്യുന്നുണ്ട്. പക്ഷേ തെറ്റുകൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല, തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കും. നിങ്ങളുടെ ഈ പൊട്ടത്തരം, ഈ കാട്ടിക്കൂട്ടുന്ന പ്രണയ നാടകം നിങ്ങൾ ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്തു. ഇവിടെ ഇത് നടക്കാൻ നിങ്ങൾക്ക് പ്രണയിക്കണം രീതിയും അറിയത്തില്ല. വെറുതെ ഇങ്ങനെ അവിടെ നിന്ന് ചമയ നാടകം കളിക്കുക. സിനിമയിൽ വേഷം കിട്ടിയ ഈ കളി കളിച്ചാൽ ഉറപ്പായാലും നിങ്ങൾക്ക് വിജയമുണ്ടാവും, ഉറപ്പ് തന്നെ. പിന്നെന്തിന് ഇവിടെ വന്ന് സിനിമയിൽ പോയാൽ മതി. ഇത് റിയാലിറ്റി. നിങ്ങൾക്ക് സിനിമയിൽ കാട്ടിക്കിട്ടുന്ന രംഗങ്ങൾ കാണിക്കാനുള്ള സ്പേസ് അല്ല ഇത് ജീവിതമാണ്. ജീവിതത്തിൻ്റെ സക്സസ്സിനുള്ള പോരാട്ടത്തിനുള്ള ഒരു വോട്ട് കിട്ടാനുള്ള പോരാട്ട സമയമാണ്. അവിടെ നിങ്ങൾ ഈ മണ്ടത്തരങ്ങൾക്ക് വിളിച്ച് കൂടി കൊണ്ടുവന്നിട്ട് പ്രേക്ഷകരെയും ജനങ്ങളെയും ബിഗ് ബോസിനെയൊക്കെ എന്ത് പറഞ്ഞിട്ട് കാര്യം? നിങ്ങളാണ് നിങ്ങളുടെ പൊട്ടൻഷ്യനെ ഇല്ലാണ്ടാക്കുന്നത്. നിങ്ങളുടെ വേസ്റ്റ് പബ്ലിക് പറയുന്നതിൽ എന്താ തെറ്റ്? നിങ്ങളെപ്പോലുള്ളൊരു ഇൻഫ്ലുവൻസറും യൂട്യൂബറും കാട്ടിക്കൂട്ടേണ്ട ഒരു മര്യാദ. സായിയൊക്കെ അവിടെ എത്ര മര്യാദയിലാണ് പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് പെരുമാറിക്കൂടെ? വെറുപ്പിക്കുന്നില്ലല്ലോ. നിങ്ങൾ വെറുപ്പിച്ച് അങ്ങേയറ്റം നിങ്ങളെ വേണ്ടാണ്ടായി. അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക ഒന്നുമല്ല. പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാവും, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കും. അടുത്തത് റസ്മിൻ എന്തിനു വേണ്ടി ഇവരുടെ വാലായി കൂടുന്നത്? ഗബ്രിയും ഇവൻ്റെയും വാലായിട്ട് എന്ത് കാര്യത്തിനാണ് റസ്മിൻ ബായ് നിൽക്കുന്നത്? സ്വന്തം ഇംപ്രൂവിന് വേണ്ടിയാണോ? ഇവർ രണ്ടുടെയും പ്രണയം സക്സസ് ആക്കാൻ വേണ്ടിയാണോ? ആർക്ക് എന്തിനു വേണ്ടി കളിക്കുന്നു എന്നല്ലേ? അവരുടെ കളി കളിക്കട്ടെ. അവിടെ പോയി നിന്ന് ഒരു 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 ആവശ്യമില്ലാത്തൊരു വ്യക്തിയെ പോലെ നിൽക്കുന്നതിനാണ്. നിങ്ങളുടെ ഒരു തൂണിയോട് പറയുന്ന മാതിരി ഇങ്ങനെ സംസാരിക്കുക.
തിരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ അവിടെ സ്പേസ് കിട്ടുന്നില്ല. അത് നിങ്ങൾ കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ബിഗ് ബോസിന് എന്തെങ്കിലും പ്രതിവിധി കാണാൻ പറ്റും? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കളിക്കുന്നത്? നിങ്ങളൊരു കോർണറായിട്ടാണ് കളിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും നിങ്ങളുടെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ അടുത്ത് പോലും എത്തിച്ചില്ല. നിങ്ങൾ കോർണറാണ്. നിങ്ങൾ അവരുടെയൊക്കെ പിന്നാലെ പോയി നിങ്ങൾ ഇപ്പം എന്തിന് നാറിയ കളി കളിക്കുന്നു? സുഹൃത്തുക്കളാവാം, പക്ഷെ അത് മുതലെടുക്കരുത്. അറിയാം, ജാസ്മിൻ ഗബ്രിയൊക്കെ നന്നായി റസ്മിൻ ബായിയെ മുതലെടുക്കുന്നുണ്ട്. അതെടുക്കുന്നു എന്ന് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കളിക്കുന്ന റസ്മിൻ ബായിയുടെ ഈ കളിപ്പോരാട്ടം എന്തിനാണ്? എന്തിനീ നാല് കളിയും കളിച്ച് ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്നു? ഇറങ്ങിപ്പോക്കൂടെ? ബോറടിക്കും മിസ്റ്റർ റസ്മിൻ ബായി. നിങ്ങളുടെയൊക്കെ ഈ തന്ത്രശാലി എന്നൊക്കെ പറഞ്ഞ് വലിയ ആളാണെന്നൊക്കെ ടീച്ചറാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബേസിക്കായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ല. പിന്നെന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നു? എന്നിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ബിഗ് ബോസ്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ബിഗ് ബോസ്. നിങ്ങളെ മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തരാൻ പലരും നിൽക്കുന്നത്. നിങ്ങളെപ്പോലുള്ളൊരു പൊട്ടന്മാർക്ക് പറഞ്ഞ വേദിയല്ല ബിഗ് ബോസ്. റിയൽ ലൈഫ് തിരിച്ചു പിടിക്കാനും അത് സക്സസ് ചെയ്യാനും വേണ്ടിയുള്ള നല്ലൊരു പവറുള്ള നാളത്തെ ഒരു വാർത്തെടുപ്പിനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങളെ പോലെ പലരും, നിങ്ങളെക്കാളും പലരും ഈ ഒരു പ്ലാറ്റ്ഫോമിന് ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മളെപ്പോലുള്ളവരും ഈ ഒരു സക്സസ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു സംഭവമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങൾക്കൊക്കെ വളരെ ഹേറ്റ്നെസ്സാണ് കൂടുതൽ കിട്ടുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു സംഭവമൊന്നുമല്ല. നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതും അവരുടെ പ്രണയത്തിനും നിങ്ങളുടെ പ്രണയത്തിനൊക്കെ ഇങ്ങനെ കൂട്ടം ഇങ്ങനെ വാലായി നിന്നാൽ നിങ്ങളുടെ ഗെയിമിൽ ഒരു നേട്ടവും കിട്ടാതെ പോവില്ല. നിങ്ങളുടെ ദിവസവും ആഴ്ചയും എല്ലാം നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കാൻ കാര്യം എന്തുമാകട്ടെ, ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ട്. ബിഗ് ബോസ് എന്ന ഒരു ഷോയെ നാറ്റിക്കണം. ഈ 40ാമത്തെ ദിവസമായിട്ടും 50 ദിവസമായെങ്കിലും നിങ്ങളെയൊക്കെ ഈ മൈൻഡിലൂടെ ഈ നാറിയ ചിന്തകളൊക്കെ എടുത്ത് മാറ്റുമോ? എന്നാലേ ഈ ബിഗ് ബോസ് സക്സസ് ആകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ബിഗ് ബോസിന് കിട്ടും. ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മടുക്കില്ല. എന്നും ബഹളവും അടിയുമല്ലാണ്ട് നിങ്ങൾക്ക് നല്ലതൊന്നും മൈൻഡിൽ തോന്നി. അപ്സരയൊക്കെ വന്ന് ഇവിടെ എത്തി. ഏത് രീതിയിലേക്ക് അപ്സരയുടെയൊക്കെ റൂട്ട് പോകുന്നത്? വന്ന് തീരെ ഒരു പക്വതയില്ലാത്ത സ്ത്രീയായി മാറിയിരിക്കുക. ശ്രീരേഖയൊക്കെ ഇത്തിരി മെച്ചമുണ്ട്, കളിക്കാനറിയാം, കളി നന്നായി ഒരു അമ്മയുടെ വേഷത്തിലല്ല ശ്രീരേഖയുടെ പ്രവൃത്തി. ഒരു സാധാ കുട്ടിയുടെ വേഷത്തിലാണ് ശ്രീരേഖയുടെ ഓരോ പെരുമാറ്റം. ശ്രീരേഖ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക് ശ്രീരേഖ. ഇതുപോലെ കളിക്കണം, മനസ്സിലാക്കി കളിക്കണം, മനസ്സിലറിഞ്ഞ് പ്രവർത്തിച്ച് ആ മൈൻഡ് ഗെയിം പുറത്തെടുക്കണം. അപ്പോൾ പലരെയും കൂട്ടാം. പലരും മൈൻഡിലൂടെ ഇതുപോലെ തളർന്നു പോകും. മിസ്റ്റർ റസ്മിൻ ബായി, നിങ്ങളെ തളർത്തുന്നതും നിങ്ങളുടെ മൈൻഡാണ്. നിങ്ങളെ തളർത്തുക എന്നൊരു ഗെയിമാണിത്. നിങ്ങളവിടെ തളരാൻ വേണ്ടി നിന്നു കൊടുക്കുന്നതിന്, നിങ്ങളുടെ ആവശ്യമില്ലാത്ത ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ അവിടെ അവർക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്നതിന്. അതുകൊണ്ടാണ് റസ്മിൻ ബായി നിങ്ങളോട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഓരോ കാര്യവും ബിഗ് ബോസ് പറഞ്ഞു തന്നതും. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്നത് മോഹൻലാൽ എത്ര പറഞ്ഞു? നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ നിങ്ങൾ വേറെ പണിക്ക് പോകണം മിസ്റ്റർ.
അല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പുഴുങ്ങുകയല്ല വേണ്ടത്. നൂറ നൂറ് ഇത്രയും ദിവസം അവിടെ എന്ത് ചെയ്യും? എന്തിനു വേണ്ടിയാണ് നൂറയുടെ കളിയുന്നത്? പിടുത്തവുമില്ല. ജാസ്മിനൊപ്പരമാണോ ജിറ്റോവിനൊപ്പരമാണോ? ആരാണ് നൂറിൻ്റെ ബെസ്റ്റ് വില്ലൻ? നൂറ് വെറുതെ അവിടെ ഇരുന്ന് സമയം കളിക്കുന്നൊന്നുമില്ല. കളിയൊക്കെ വെറും വേസ്റ്റായിക്കൊണ്ടിരിക്കുന്ന നൂറിൻ്റെ കളിയാണ്. നൂറ് അവിടെ കരച്ചലും ബഹളവും ഉണ്ടാക്കി കളിക്കാനുള്ള സമയമല്ല നൂറാണ്. ചെറിയ ചെറിയ കാര്യത്തിന് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ജിറ്റോ കളിക്കുന്ന പോലെ കളിക്കുക, ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക, നല്ല ഗെയിമുകളായി നോക്കുക. ആവശ്യമില്ലാത്ത കോണ്ടാക്ട് നിർത്ത്. വെറും വേസ്റ്റ് ടോപ്പിക്കാണ് അതൊക്കെ. മറ്റേ ഒരു അഭിഷേകം ഉണ്ടല്ലോ, അവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ബിഗ് ബോസിന് ആവശ്യമില്ലാത്തൊരു വസ്തു എന്ന് തന്നെ പറയാം. വന്നത് എന്തിനോ പോകുന്നത് എന്തിനോ എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവനൊക്കെ ഇതിനകത്ത് എന്തിനാണ് വന്നത്? ഇവൻ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ മലമറിക്കുമെന്നൊക്കെ പറഞ്ഞത്. അഭിഷേക് കേനെക്കാട്ടിയും പോക്ക് ഇവനാണ്. അഭിഷേക് ഗേ ഇവനൊക്കെ കൊണ്ട് ഒന്നൊരു കാര്യമില്ല. ഒരു വേസ്റ്റ് സാധനമാണ്. ആവശ്യമില്ലാത്ത ഇതിനൊക്കെ പിടിച്ച് ബിഗ് ബോസിനകത്തിട്ടാൽ ഇങ്ങനെ ഇരിക്കും. സിബിൻ പോയി. സിബിനൊക്കെ വന്നതുപോലെ തിരിച്ചു നല്ലൊരു മൂഡിൽ നിർത്തിയപ്പോഴേക്കും സിബിൻ്റെ കൺട്രോളാണ് ബിഗ് ബോസില്ല. ഇവിടെ ബിഗ് ബോസ് ചെയ്തൊരു വളരെ വലിയ തെറ്റാണെന്ന് നമ്മൾ മുൻകൂട്ടി പറഞ്ഞു. ബിഗ് ബോസ് ചെയ്ത വളരെ നെഗറ്റീവായൊരു സംഭവമാണ്. ഒരിക്കലും അത്തരത്തിലുള്ളൊരു ഉപദേശം ആവശ്യമില്ലായിരുന്നു. സിബിൻ ചെയ്തത് തെറ്റാണെന്ന് ഒരു കാരണവശാലും നമ്മൾ പറയില്ല. കാരണം സിബിൻ എന്ന് പറയുന്ന ഒരു ഫൺ ക്യാരക്ടർക്ക് അത്തരത്തിലൊന്നും ചിന്തിക്കാനുള്ള ഒരു ഫണ്ണായിട്ട് കരുതിയിട്ട് വെറുതെ വലിച്ചിട്ട് അത് വലിയ സീരിയസിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. അത് സിബിൻ്റെ മാത്രം തെറ്റു. പിന്നെ സിബിന് ബിഗ് ബോസിൽ നിൽക്കാൻ ഒരു ഇഷ്ടമില്ല. ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിനോടൊരു വെറുപ്പ് തോന്നുന്നു. ആ ഒരു വെറുപ്പാണ് സിബിൻ ക്വിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത്. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. പൂജക്ക് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് പുറത്തേക്ക് പോയിട്ട് അത് ഒരിക്കലും നമ്മൾ കുറ്റം പറയാം. എന്നാലും നല്ലൊരു ഗെയിമറായിരുന്നു. പൂജൻ്റെ ബെഡ് റെസ്റ്റിംഗ് ആണെന്നൊക്കെ വീട്ടിൽ പോയോ ബിഗ് ബോസ് തന്നെ പരിചരിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാലും ബിഗ് ബോസ് പൂജയെ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല പ്രതീക്ഷയും കളിക്കാൻ നല്ലൊരു ആഗ്രഹമുള്ളൊരു കുട്ടി പെട്ടെന്ന് പുറത്തായപ്പോൾ മൈൻഡിൻ്റെ ആ ഒരു നിലനിൽപ്പ് ഇല്ലാണ്ടായി. നന്ദനയായിരിക്കും ചിലപ്പോൾ അടുത്ത നോമിനേഷനിൽ ഔട്ടാകും. തീരെ വോട്ട് കുറവാണ് നന്ദനക്കെന്ന് നമ്മൾ കണ്ടു. അത് എന്തുകൊണ്ടായിരുന്നു? നന്ദന നല്ലൊരു സ്മാർട്ടാണ്. പക്ഷെ നന്ദനക്ക് ഇത്രയും വോട്ട് കുറയാൻ കാരണം ചില നെഗറ്റീവ് പബ്ലിസിറ്റി അവിടെ കൊടുക്കുന്നുണ്ടാണ്. ശരിയായ രീതിയിൽ റൂട്ടിൽ നന്ദന ഗെയിം കളിക്കുന്നില്ല. എവിടേക്കോ ഒരു ഫേക്ക്നെസ് കാണിച്ചു കൂട്ടുന്നുണ്ട് നന്ദനൻ്റെ കളി. ഒരു വേറെ എന്തൊക്കെയോ ഒട്ടും റിയലിസ്റ്റിക് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ പോകുന്നു. അവിടെയും ഇവിടെയുമൊക്കെ ആക്കി ഒരു പോയിൻ്റോടെ സംസാരിക്കുന്നില്ല. പക്ഷേ നല്ലൊരു എനർജി വുമണാണ്. പക്ഷേ എന്തുകൊണ്ടോ ഔട്ടാകാൻ സാധ്യതയാണ്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ശരണ്യയും നല്ലൊരു ഗെയിമറായിക്കൊണ്ടിരിക്കുക. ഒരു തിരിച്ചു പിടിച്ചില്ല. പല കാര്യങ്ങളിലും ഡൗണായി പോകുന്ന ഒരു ശരണ്യനെ നമുക്ക്. ശ്രീത്തു പിന്നെ അവിടെ ആവശ്യമില്ലാത്തൊരു ക്യാരക്ടറാണ്.
പ്രണയിക്കാനാണോ ഇതിനാണോ എന്തിനാണോ വന്നത്? ഗെയിം കളിക്കുന്നെങ്കിൽ അത് വേറെ എന്തോ ഒരു ബോധമില്ലാത്തൊരു പെണ്ണിനെ പോലെ ഇരിക്കുന്നു. ഇതിനെ പോലത്തവരെയൊന്നും ബിഗ് ബോസിൽ ആവശ്യമില്ല. കാരണം വലിയ കാര്യമൊന്നുമില്ല. സീരിയൽ തന്നെ അഭിനയിച്ചാൽ പോലെ വെറുതെ ഇങ്ങോട്ട് വലിച്ചു കയറി സമയം പാഴാക്കേണ്ട ആവശ്യമാണ്. അർജുനൊക്കെ നല്ലൊരു നല്ലൊരു സ്മാർട്ട്നെസ് ഉണ്ടാക്കാം, നല്ലൊരു ഗെയിമർ ആവേണ്ടവനായിരുന്നു. പക്ഷെ വാലിൽ തൂങ്ങി ക്യാരക്ടറും മൈൻഡും ഒക്കെ വിട്ട് വേറെ ഏതൊക്കെയോ വഴികളിലേക്ക് പോയി. അർജുനെ പിടിച്ചാൽ കിട്ടുന്ന ഒരു കോണ്ടന്റിലെത്തുന്നില്ല. അർജുനിങ്ങനെ വഴുതി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും നമുക്ക് മനസ്സിലാകാത്ത ഒരു പ്ലാറ്റ്ഫോമിലേക്കൂടെയാണ് ഇപ്പോൾ അർജുൻ എന്ന വ്യക്തിയുടെ പോക്കിൻ്റെ ഒരു ആ ഒരു പ്ലാനിൻ്റെ ഒരു രീതി തെറ്റാണെന്നാണ് പറയുന്നത്. ഋഷി ഉപ്പുമുളകിലെ മുടിയൻ്റെ കളി നല്ലൊരു ചില നല്ല സമയങ്ങൾ ശരിയാണ്, ചില സമയങ്ങൾ ഋഷിക്ക് ഒരു ബേബി കെയറിങ് ചെയ്യേണ്ടി വരും. അത് ബിഗ് ബോസിന് പറ്റില്ല. പക്ഷേ ബിഗ് ബോസ് നല്ലൊരു കോൺട്രവേഴ്സിയാണ്, നല്ല ഫൺ ഡാൻസും ഒക്കെ ആയി ബിഗ് ബോസിൽ കളിച്ചിട്ട് നല്ല റൺ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ആരെങ്കിലും എന്ത് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിച്ച് അവിടെ അങ്ങ് മെഴുകിയിരിക്കും. അത് വേണ്ട, നന്നായി മുന്നോട്ട് വരാൻ നോക്കണം. പിന്നെ അൻസിബ എന്നും പോകണം എന്നൊരു ചിന്താഗതിയോടെ അവിടെ നിൽക്കുമ്പോൾ മത്സരാർത്ഥികൾ എല്ലാവരും അടിച്ച് പുറത്താക്കുകയോ അവിടെ പിടിച്ചു നിർത്തില്ല. അൻസിബയുടെ ഗെയിമൊക്കെ ഏകദേശം തീർന്ന മട്ടാണ്. എന്തിന് കളിക്കുന്നു, ഏത് ആവശ്യത്തിന് കളിക്കുന്നു എന്നില്ലാത്ത ഒരു പാറ്റേണിലൂടെയാണ് പോകുന്നത്. സ്വന്തം റിയൽ ലൈഫിന് വേണ്ടി കളിക്കുന്നതാണോ മറ്റുള്ളവർ കളിക്കുന്നതൊക്കെ കളി പഠിപ്പിക്കാനാണോ എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. എന്താണ് അൻസിബയുടെ കളിയുടെ മോട്ടീവ് എന്നറിയുന്നത് കഴിയുന്നില്ല. ജിറ്റുവാണ് ഇപ്പോൾ ഏറ്റവും പവർഫുൾ എന്ന് പറയാൻ പറ്റും. കൃത്യമായ പോയിന്റിൽ കളിച്ച് കൃത്യമായൊരു നോട്ട് ദ പോയിന്റിൽ സംസാരിക്കുന്ന ബെസ്റ്റ് ഗെയിമർ ജിറ്റ തന്നെയാണ്. അപ്പോൾ ഇവർ കമ്മിറ്റ്മെന്റ് നടത്തിയ സിജോ അവരുടെ ഗെയിം കൂടി നമുക്ക് ഇനി കുറച്ച് ദിവസം കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയം. ഇപ്പം 40ാമത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടി ബിഗ് ബോസിൻ്റെ ഇനിയിട്ട് അങ്ങോട്ട് മുന്നിട്ടുള്ള കാര്യങ്ങൾ സക്സസ്സിന് വേണ്ടി നമ്മൾ ഒരു സീസൺ 6 ആക്കുക എന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്.